നമ്മൾ കഴിഞ്ഞ 100 പ്രഭാഷണങ്ങളിലൂടെ ഒരേ ശ്രദ്ധയോടുകൂടി ഒരേ വിഷയത്തെക്കുറിച്ച് നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, മാറ്റം നിങ്ങളിൽ സംഭവിക്കണം. നിസ്സാരമായ മാറ്റമാണ്. തന്നിലെ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്കുള്ള മാറ്റം വളരെ നിസ്സാരം. രണ്ടിനെയും തിരിച്ചറിയണം. ഒരാൾ കമൻറ്റിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരേ കാര്യം തന്നെ സ്വാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിവിടെ പറയുന്നുമുണ്ടല്ലോ, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താ ഒരേ കാര്യം? തന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ തന്നിൽ തന്നെയുള്ള താനിലേക്ക് മാറ്റണം. തന്നിൽ തന്നെയുള്ള താൻ, ദാറ്റ് ഈസ് നോട്ട് ലിമിറ്റഡായി, അൺലിമിറ്റഡായി. ഞാൻ ലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രം. ആ ലിമിറ്റഡായി ആണ് കുട്ടപ്പനായിട്ടും ഗോപാലകൃഷ്ണനായിട്ടും ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയായിട്ടും മുസൽമാനായിട്ടും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നാം മാറണം. ആ ഭാവത്തിലാണ് നാം മരിക്കുന്നത് എങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും. മരിക്കുന്നതിന് മുൻപ്, മരണം ഏത് സമയത്തും ഉണ്ടാകാം. ഇന്നലെ തന്നെ ഇന്നലെ വൈകുന്നേരം കോൽക്കളി കളിച്ചു കൊണ്ടിരുന്ന ഒരാൾ കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറിഞ്ഞു വീഴുന്നു, മരിക്കുന്നു. എല്ലാവരും കണ്ടു കാണും, ടി വിയിൽ വാർത്തയിലുണ്ടായിരുന്നു. അത് മറിഞ്ഞു വീഴുന്ന ചിത്രവും കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് 57 വയസ്സേ ഉള്ളൂ. അപ്പോൾ മരണമെന്ന് പറയുന്നത് ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹു, ജനിച്ചവന് മരണം ഉറപ്പാണ്. എപ്പോഴാണെന്ന് മാത്രം അറിഞ്ഞുകൂടാ. അത് അലാം മുഴങ്ങിയതുപോലെ ആ സമയമാകുമ്പോൾ കൃത്യമായിട്ടും മരിച്ചിരിക്കും. ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞിരിക്കും. ആ പിരിയുന്നതിന് മുൻപ് നാം നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കണം. ഏതിൽ നിന്ന്? ഞാനിൽ നിന്ന്. ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ തന്നെയുള്ള ഒരു ഭാവമാണ്. താനെന്ന് പറയുന്നത് അതേ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന മറ്റൊരു ഭാവമാണ്. ഒന്ന് ലിമിറ്റഡായി, മറ്റത് അൺലിമിറ്റഡായി. അൺലിമിറ്റഡ് ആയി എന്ന് പറയുന്നത് സർവേശ്വര ചൈതന്യം. ജീവനും ഈശ്വരനും ഒരേ ശരീരത്തിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ എന്നാണോ നിങ്ങൾക്ക് ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഒന്നുമല്ല, നാമരൂപരഹിതമായ ആ ഈശ്വര ചൈതന്യം, ആ സർവേശ്വര ചൈതന്യം. എങ്ങനെയുള്ള സർവേശ്വര ചൈതന്യം? സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, പട്ടി, പൂച്ച, ഒരു വ്യത്യാസവുമില്ല. അമേരിക്കക്കാരനായാലും ശരി, പാകിസ്ഥാൻകാരനായാലും ശരി, ആഫ്രിക്കക്കാരനായാലും ശരി, ഒരു വ്യത്യാസവുമില്ലാതെ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ സർവേശ്വര ചൈതന്യം, അതാണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധത്തിൽ തൻ്റെ ശ്രദ്ധയെ ആരാണോ സദാ നിലനിർത്തുന്നത് അതിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഭാവം എന്താണ്? ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ് എന്നുള്ള അച്ഛനാണ്, അമ്മയാണ്. അതൊക്കെ ലൗകിക ജീവിതത്തിലുള്ള ഭാവങ്ങൾ. അതൊക്കെ സത്യം തന്നെയാണ്. എന്നാൽ അതല്ല പരമസത്യം. അതിനും അപ്പുറമുള്ള ഒരു പരമസത്യം ഈ ശരീരത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ അതിനെ കാണാതെ കണ്ട് അതിൽ തൻ്റെ ശ്രദ്ധയെ ഉയർത്തി പ്രതിഷ്ഠിക്കുന്നത്, അതാണ് ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ ഉദ്ധരിപ്പിക്കണം. അതിനുള്ള അവസരം നമുക്ക് കിട്ടണം.
ലാവോത്സുവിൻ്റെ സമീപത്ത് ഒരു സ്ത്രീ വന്നു. ലാവോത്സു ചൈനയിലുള്ള ഒരു ആധ്യാത്മിക ഒരു തത്വജ്ഞനാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് മരണശയ്യയിൽ കിടക്കുകയാണ്. എങ്ങനെങ്കിലും ഭർത്താവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ സ്ത്രീ ലാവോത്സുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു. അപ്പോൾ ലാവോത്സു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ താവോത്തെ ചിങ് എന്ന പുസ്തകം ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം അവസാന കാലത്ത് ചൈനയിൽ നിന്ന് ഹിമാലയ സാനുക്കളിലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെല്ലാം ഒരു പുസ്തക രൂപത്തിൽ എഴുതി തന്നാൽ അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞ് ഭരണാധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അദ്ദേഹം അതിനനുസരിച്ച് എഴുതിയതാണ് താവോത്തെ ചിങ്. താവോ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ. ആ ലാവോത്സുവിൻ്റെ സമീപത്താണ് ഇവിടെ ഒരു സ്ത്രീ വന്ന് തൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആസന്ന മൃത്യുവിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നമ്മുടെ ജോലിയല്ല, നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ കാത്തിരിക്കുക. അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ജീവൻ വെടിയും, ഞാൻ മരിച്ചു പോകും, ചത്തുകളയും എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഭർത്താവ് മരിച്ചാൽ ഞാനും കൂടെ മരിച്ചു പോകും, ചത്തുകളയും എന്നൊക്കെ പറയുന്ന ഒരുപാട് പേർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്, ആരും ചത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നിടത്തോളം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ കഴിയുന്ന ആൾ പെട്ടെന്ന് മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞ് ഏതാണ്ട് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തുകൂടി ലാവോത്സുവിന് പോകാൻ ഉള്ള സന്ദർഭമുണ്ടായി. ലാവോത്സു ആ ശ്മശാനത്തുകൂടി പോകുന്ന അവസരത്തിൽ അവിടെ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു, വീശിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ആ വീശിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ലാവോത്സു മനസ്സിലാക്കി, ഇത് എൻ്റെ മുമ്പിൽ വന്ന ആ സ്ത്രീയാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിന്തിച്ചു, അവൾക്ക് ഇത്രയും ശ്രദ്ധയുണ്ടോ ഭർത്താവിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സ്ത്രീയുടെ സമീപത്തേക്ക് ചെന്നു. ചൈനയിലൊരാചാരമുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശവമടക്കിയ സ്ഥലത്ത് നനഞ്ഞ മണ്ണ് വിതറി അതിൻ്റെ മുകളിൽ ഈ അരുകമ്പുല്ല് പോലെയുള്ള പുല്ല് നടും. ആ മണ്ണ് ഉണങ്ങി ആ പുല്ല് കിളിർത്ത് വളർന്ന് കഴിയുമ്പോൾ മാത്രമേ ആ സ്ത്രീക്ക് പുനർവിവാഹം ചെയ്യാൻ കഴിയുകയുള്ളൂ. ചൈനയിലെ ആചാരമാണ്. അപ്പോൾ ലാവോത്സു അങ്ങോട്ട് പോയപ്പോൾ ഒരു സ്ത്രീ ഇരുന്ന് അവിടെ വീശിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, എൻ്റെ അടുത്ത് വന്ന ആ സ്ത്രീ ആണല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ്, അവൾ ഞാൻ കരുതിയ പോലെ അല്ലല്ലോ, ഭർത്താവിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയുള്ളവളാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആ സ്ത്രീയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ നീ ചെയ്യുന്നത്? മരിച്ചുപോയ ആളിനെ എന്തിനാ വീശിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മരിച്ചുപോയ ആളിന് വേണ്ടിയല്ല ഞാൻ വീശിക്കൊണ്ടിരിക്കുന്നത്, ഈ മണ്ണ് ഉണങ്ങണം, ഈ മണ്ണ് പെട്ടെന്ന് ഉണങ്ങണം. ഈ മണ്ണ് പെട്ടെന്ന് ഉണങ്ങിയാൽ മാത്രമേ എനിക്ക് അടുത്ത ഒരു വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഒരാൾ റെഡിയായിട്ട് നിൽക്കുന്നു. ഈ മണ്ണ് ഉണങ്ങി ആ പുല്ല് കിളിർത്താൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ ഒക്കൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഭാവം എന്തോ ആയിരുന്നു, ഇപ്പോൾ ഈ സ്ത്രീ ചെയ്യുന്ന ഭാവം എന്തോ ആണ്. അതാണ് ദൃഢനിശ്ചയം എന്ന് പറയുന്നത്. ആ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ലാവോത്സുവിനോട് പറഞ്ഞിട്ടുള്ള ഭർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വെറും വാചകത്തിൽ മാത്രമേ ഉള്ളൂ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മണ്ണ് ഉണങ്ങുന്നതിന് പോലും ക്ഷമയില്ലാതെ അടുത്ത വിവാഹത്തിലേക്ക് തയ്യാറാവുകയാണ്. അതുപോലെ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് മാറാനുള്ള ദൃഢനിശ്ചയമുണ്ടാകണം. ദൃഢമായ നിശ്ചയം. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞു കഴിഞ്ഞാൽ
ഇതപര്യന്തം ഇതിനു മുൻപ് ഏതെല്ലാം ശരീരങ്ങളിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ ആ ശരീരങ്ങളിൽ വെച്ച് സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ധാരാളം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം സത്കർമ്മങ്ങൾ ധാരാളം ചെയ്തിട്ടുള്ളതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ആത്മവിദ്യാവേദിയിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇനി ജന്മമില്ലാത്ത നിലയിലേക്കുള്ള ഉയർച്ചയ്ക്കുള്ള അറിവ് കേൾക്കാനുള്ള അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. ഇത് എളുപ്പം ലഭിക്കുന്നതല്ല, അത് കിട്ടിയിരിക്കുന്നു. ഇനി അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുത്തണം. പ്രവൃത്തിപഥത്തിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? അതിന് വലിയ ഭഗീരഥ പ്രയത്നമൊന്നും ആവശ്യമില്ല. കേൾവിയിലൂടെ, ശ്രവണത്തിലൂടെ തിരിച്ചറിയുക. ഞാനെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ഇപ്പോൾ ഞാൻ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, നാമരൂപരഹിതമായ ആ ചൈതന്യം. അത് നിങ്ങൾ ഭാവന ചെയ്ത് തിരിച്ചറിയണം. എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം ഇല്ലേ? നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഓരോരുത്തരിലും ഉറങ്ങാതെ ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം ഇല്ലേ? എല്ലാവരിലുമുണ്ട്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളിൽ ആ ചൈതന്യം ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണർവോടുകൂടിയിരിക്കുന്നത് കൊണ്ടാണല്ലോ ശരീരത്തിൽ അപ്പോഴും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആഹാരം ദഹിപ്പിക്കണം, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ശരീരത്തിൽ നടത്തണം, രക്തചംക്രമണം, ശ്വാസോച്ഛ്വാസം, ഇതെല്ലാം ഈ ശരീരത്തിനകത്ത് നടക്കുന്നത് അതിൻ്റെ സാന്നിധ്യത്തിലാണ്. ആ ചൈതന്യ സ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. ആ ഈശ്വര ചൈതന്യം, ആ ഈശ്വരൻ തന്നെയാവുന്നു ഞാൻ. തിരിച്ചറിവിലേക്ക് ആ മാറ്റം മാത്രം മതി. ഈ നാമരൂപധാരിയായ ഞാനല്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കില്ല എന്നൊക്കെ ബുദ്ധനും മഹാവീരനുമൊക്കെ പറഞ്ഞു. നമ്മൾ അതിനോടൊന്നും യോജിക്കുന്നില്ല എന്നും പറഞ്ഞു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. സ്ത്രീകൾക്ക് ഈ നിരാകാര ഭാവനയിലേക്ക് ഉയരുന്നതിന് അത്ര എളുപ്പമല്ല. അവർക്ക് സാകാരഭാവത്തോടാണ് കൂടുതൽ താല്പര്യം. സ്ത്രീകൾക്ക് ഏതെങ്കിലും രൂപത്തെ ധ്യാനിക്കുക, ആ രൂപ വിഗ്രഹത്തിലേക്ക് പ്രാർത്ഥിക്കുക, ഈ തരത്തിലുള്ള കാര്യങ്ങളിലാണ് സ്ത്രീകൾക്ക് കൂടുതലും ഇഷ്ടം. അതേ സമയത്ത് പുരുഷന്മാർക്ക് ആ നിരാകാര ഭാവത്തോട് കൂടുതൽ താല്പര്യമുണ്ട്. ആ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ടാണ് ബുദ്ധനും മഹാവീരനുമൊക്കെ അങ്ങനെ പറഞ്ഞത്. ആ നിരാകാര ഭാവത്തിലേക്ക് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഉയരാൻ സാധിക്കുകയില്ല. എന്നാൽ ശ്രദ്ധാപൂർവമുള്ള ശ്രവണം ലഭിക്കുന്ന ആൾക്ക് നിശ്ചയമായിട്ടും ആ ഭാവത്തിലേക്ക് തന്നിലിരിക്കുന്ന ആ നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് കേട്ട് അതിനെ കാണാതെ ഭാവന ചെയ്ത് ഞാൻ അതാണ് എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ തൻ്റെ ശ്രദ്ധയെ തീർച്ചയായിട്ടും നിർത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പുരുഷന് ഏതു പ്രകാരത്തിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ സാധിക്കുമോ അതേ നിലയിൽ സ്ത്രീകൾക്കും ഉയരാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉപനിഷത്തുകളിൽ മൈത്രേയി, ഗാർഗി ഇവരൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് ആ വ്യത്യാസം കളഞ്ഞിട്ട് ശ്രദ്ധാപൂർവം കേൾക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഈശ്വരനെക്കുറിച്ച് ബോധവാനായി അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് നിരന്തരമായ വിചാരത്തിലൂടെ, ഭാവത്തിലൂടെ, ആ ഭാവനയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ നിരന്തരം ശിവോഹം ശിവോഹം ശിവം, ആ മംഗളസ്വരൂപം
ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ മംഗളസ്വരൂപം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം. ഇതപര്യന്തം ഏതെല്ലാം ശരീരങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടോ ആ ജന്മങ്ങൾക്കെല്ലാം സാക്ഷിയായിട്ട് ഈ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സാക്ഷി ചൈതന്യം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് അതിലേക്ക് ആരാണോ തൻ്റെ ശ്രദ്ധയെ മാറ്റി അതായിട്ട് ഈ ശരീരത്തിൽ സ്വയം മാറുന്നത്, ദാറ്റ് ഈസ് ആത്മസാക്ഷാത്കാരം. ഇല്ലാതെ ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് എനിക്ക് സാക്ഷാത്കാരം വേണമെന്ന് പറഞ്ഞാലൊന്നും കിട്ടുകയില്ല. കാശി പോയോ കൈലാസത്തിൽ പോയാലൊന്നും ഈശ്വര സാക്ഷാത്കാരം കിട്ടുകയില്ല. ഗുരുവിൻ്റെ പുറകെ നടന്നാലും ഈശ്വര സാക്ഷാത്കാരം കിട്ടുകയില്ല. ഈശ്വര സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ ആ ഗുരുവിൽ നിന്ന് ഈ തത്വം ഗ്രഹിച്ച്, എന്താ തത്വം? എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മതത്വം, ആ സാക്ഷി ചൈതന്യം, അതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവേശ്വര ചൈതന്യം. യോ മാം പശ്യതി സർവത്ര സർവം ച മയീ പശ്യതി തസ്യാഹം ന പ്രണശ്യാമി. ആ എന്നെ, കൃഷ്ണൻ പറയുന്നത് എന്നെ എന്ന് പറയുമ്പോൾ ഓടക്കുഴൽ വിളിക്കുന്ന കൃഷ്ണനെ അല്ല. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. ആ ആത്മചൈതന്യം, അവിടെ ഒരു വ്യത്യാസവുമില്ല. ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ, ആ തരത്തിലുള്ള ഒരു വ്യത്യാസവുമില്ല. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം, അതാണ് സർവേശ്വര ചൈതന്യം. പിന്നെ നമ്മൾ ഓരോരുത്തരും ഹിന്ദുക്കൾക്കൊരു ദൈവം, ക്രിസ്ത്യാനികൾക്കൊരു ദൈവം, മുസൽമാൻ ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭാവന ചെയ്യുന്നതൊക്കെ താൽക്കാലികമായ ഭാവനകൾ മാത്രമാണ്. ശരിയായ തത്വം സത്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റെയും പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നു. നമ്മളെ കഥ പറഞ്ഞത് കേട്ടിട്ടില്ല? സന്യാസിയും ഒരു അഭിസാരികയും അപ്പുറവും ഇപ്പുറവും താമസിച്ചിരുന്നു. അവർ ഒരേ ദിവസം മരിച്ചു. ആ മരിച്ച് കിടക്കുന്ന സമയത്ത് സന്യാസിയെ യമദൂതന്മാർ വന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. ആ അഭിസാരികയെ സ്വർഗത്തിലേക്കും കൊണ്ടുപോകാൻ തുടങ്ങുന്നു. അപ്പോൾ ആ സന്യാസി അവരോട് ചോദിക്കുന്നു, ഭാവനയിലാണ്, ഞാൻ ഇത്രയും കാലം സന്യാസിയായിട്ട് ജീവിച്ചയാളല്ലേ, എന്നെ എങ്ങനെ നരകത്തിലേക്ക് അയക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വേഷത്തിൽ മാത്രമായിരുന്നു സന്യാസി, നിങ്ങളുടെ ഭാവം മറ്റൊന്നായിരുന്നു. ആ അഭിസാരികയാണെങ്കിൽ അഭിസാരികയുടെ വൃത്തിയിൽ അവർ ജീവിച്ചിരുന്നപ്പോഴും അവരുടെ ഭാവം ആ സന്യാസിയുടെ ഉയർന്ന ജീവിതത്തെക്കുറിച്ചായിരുന്നു. ആ സന്യാസി എത്രയോ മഹാത്മാവ്, എനിക്ക് അതുപോലെയുള്ള ജീവിതം നയിക്കാൻ കിട്ടിയില്ലല്ലോ, ഈ ജന്മം ഇത്ര മോശമായി പോയല്ലോ എന്ന് സദാ ആ ഭാവത്തിൽ തന്നെ അതിനെക്കുറിച്ച് തന്നെ വിചാരം ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ വൃത്തിയിൽ അവർ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഈ ഭാവം തന്നെ അവരിൽ പുലർന്നുകൊണ്ടിരുന്നു. സന്യാസിയാണെങ്കിൽ സന്യാസ വേഷത്തിലിരുന്നിട്ടും ആ അഭിസാരികയെ ഓർത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവർ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്. ഞാനിങ്ങനെ സന്യാസ വേഷവും ധരിച്ചത് ഇങ്ങനെ ഒരു യഥാർത്ഥത്തിലുള്ള അറിവില്ല. വേഷം ധരിച്ചാലൊന്നും നിങ്ങൾക്ക് ആകാനൊക്കില്ല. എല്ലാ സന്യാസിമാരെയും കാണുമ്പോൾ വേഷം ധരിച്ചിരിക്കുന്നത് കൊണ്ട് അവരെല്ലാം ആ പ്രാപ്തിയുള്ളവരാണെന്നും ധരിച്ചു കളയരുത്. ഈ അറിവിലേക്ക് ഉയർന്നവർ മാത്രമേ ആ നിലയിലേക്ക് ഉയരുകയുള്ളൂ. അതിന് സന്യാസവേഷം ആവശ്യമില്ല. ഏതൊരു ഗൃഹസ്ഥനും 4 ആശ്രമത്തിൽ കഴിയുന്ന ഏതൊരാളിനും ആ നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആർക്കും
വേണ്ടത് അറിവാണ്. ഇതൊന്നും സന്യാസിമാരെ ചെറുതാക്കി പറയുന്നതല്ല. ആ വേഷം മാത്രം പോരാ, വേണ്ടത് അറിവാണ്. ആ വേഷമില്ലെങ്കിലും ഈ അറിവ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എന്താ അറിവ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ബഷീറോ ഔസേപ്പോ കാർത്യായനിയോ ഒന്നുമല്ല. നാമരൂപരഹിതമായ ആ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ ശരീരത്തിൽ ഉറങ്ങാതെ ഉണർവോടുകൂടി ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ശിവം, ആ മംഗളസ്വരൂപം, അതാണ് എൻ്റെ ഉള്ളിൽ കൂടിയും അവൻ്റെ ഉള്ളിൽ കൂടിയും അവളുടെ ഉള്ളിൽ കൂടിയും സർവചരാചരങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ഏകമായ സർവേശ്വര ചൈതന്യം. അതുതന്നെയാണ് ബ്രഹ്മം. മായയാൽ ഉപഹിതമായിരിക്കുന്നത് കൊണ്ട് അതിനെ സർവേശ്വര ചൈതന്യം എന്ന് പറയുന്നു. മായോപഹിത ചൈതന്യം. ആ മായയാകുന്ന ഉപാധിയിൽ നിന്ന് മുക്തമായാൽ ബ്രഹ്മം, നിരാകാരം, നിർഗുണസ്വരൂപം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യസ്വരൂപം. അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തന്നെ സദാസമയവും ആ ഭാവം പുലർത്തുക. ഞാനിതല്ല, അതാണ്. ഐ എം ദാറ്റ്. നിസർഗദത്ത് മഹാരാജാവിൻ്റെ പുസ്തകം ഐ എം ദാറ്റ്. ഹെഡിങ്, ഞാൻ അതാകുന്നു. ഏത്? എൻ്റെ ഉള്ളിലിരിക്കുന്ന അത്. അതാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പ്രഖ്യാപിക്കുന്നത്. സാമവേദം എന്താ പറയുന്നത്? മഹാവാക്യം തത് ത്വമസി. അത് നീയാകുന്നു. ഏത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അത്. ഇത് ഒരു കൊച്ചുകുട്ടി ഇവിടെ ഇരുന്ന് പറഞ്ഞു, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതുപോലെ ഇത് മനസ്സിലാക്കി നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആളുകൾക്കും രോഗിയായി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുമെല്ലാം ഈ അറിവ് ബോധിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. മനസ്സിലാകായിക എന്തായിരിക്കുന്നത്? നമ്മളൊരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ 66-ാമത്തെയും 67-ാമത്തെയും 68-ാമത്തെയും മന്ത്രത്തിലൂടെ 65, 66, 67 അതിലൂടെ താമ്രകൽപ്പിത ദേവാദി താമ്രാധന്യ ഇവ സ്ഫുരേത് പ്രതിഭാസ്യാദി രൂപേണ തഥാ ആത്മോത്ഥമിതം ജഗത് നമ്മൾ വിശദീകരിച്ചു. 65, 66, 67 പറഞ്ഞതാണ്. സ്വർണത്തിലോ ചെമ്പിലോ ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹത്തിൽ കാണുന്ന ആ ദേവതാ രൂപങ്ങൾ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഉള്ളതേ അല്ല, ഉള്ളതായിട്ടുള്ളത് ആ ലോഹം മാത്രം. മണ്ണിൽ നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള കലം, ചട്ടി, പാന, തൊട്ടി എന്തെല്ലാം ഉണ്ടാക്കി വച്ചിരുന്നാലും അതെല്ലാം വാക്കുകൊണ്ടുള്ള വാചാരംഭണം വിധേയം. ഉള്ളതായിട്ടുള്ളത് മൃത്തിക, മൃത്തികേത്യവ സത്യം. മണ്ണു മാത്രം സത്യം. അതുപോലെ സ്വർണം, നിങ്ങൾ ഇട്ടിരിക്കുന്ന ആഭരണങ്ങൾക്ക് ഓരോ പേര്. മാല, വള, അഡ്യൽ, ഡോലക്ക്, കമ്മൽ, അരഞ്ഞാണം, വള, എന്തെല്ലാം പേരുകൾ. അത് സ്വർണത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ അതിൽ ഉള്ളതായിട്ടുള്ള സത്യം സ്വർണം മാത്രം. സുവർണാത് ജായമാനസ്യ സുവർണത്വം ച ശാശ്വതം. സ്വർണത്തിലുണ്ടാക്കി വച്ചിരിക്കുന്ന ആഭരണങ്ങളിൽ ഉള്ളതായിട്ടുള്ള വസ്തു സ്വർണം മാത്രം. അതുപോലെ ബ്രഹ്മത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ സർവവും ബ്രഹ്മം മാത്രം. ബ്രഹ്മം ഏതാ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ. അതിനെക്കുറിച്ച് ബോധവാനായി ശിവം,
ആ മംഗളസ്വരൂപം അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് നിങ്ങൾ സദാസമയത്തും ആ ഭാവനയിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കണം. സദാസമയവും ഈ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏഷണി, കുണ്ടണി, കുശുമ്പ് ഇതൊക്കെ പറഞ്ഞ് സമയം മെനക്കെടുത്തുന്ന ആളുകൾ ആ സമയം മുഴുവനും തൻ്റെ ശ്രദ്ധയെ തന്നിൽ തന്നെയുള്ള ആ സത്യസ്വരൂപത്തിലേക്ക് ഉയർത്തി മരിക്കുന്നതിന് മുൻപ്, ഈ ശരീരം വിട്ടുപോകുന്നതിന് മുൻപ് അതിൽ നിങ്ങൾക്ക് ഉറപ്പ് നേടാൻ കഴിയുമെങ്കിൽ നേടണം. അതിനു വേണ്ടിയാണ് ഈ മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്നത്. 84 ലക്ഷം തരത്തിലുള്ള ശരീരങ്ങളിൽ കൂടി കടന്നു പോകുന്ന അവസരത്തിൽ അതിലൊരെണ്ണം മാത്രമാണ് മനുഷ്യ ശരീരം. ബാക്കി എല്ലാ ശരീരങ്ങളിൽ കൂടിയും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് മനുഷ്യ ശരീരത്തിൽ തന്നെ ആകണമെന്നില്ല. ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും മനുഷ്യ ശരീരങ്ങളിൽ വച്ച് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ ശരീരങ്ങളിൽ കൂടി മാറി ഇങ്ങനെ ജനിച്ചും മരിച്ചും സംസരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജന്മത്തിൽ വച്ച് ഇതിനെക്കുറിച്ച് ബോധവാനാകാൻ കഴിഞ്ഞാൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ തന്നിൽ തന്നെ ഇരിക്കുന്ന ആ ഈശ്വരത്വത്തിലേക്ക് ഉദ്ധരിപ്പിച്ച് നിരന്തര വിചാരത്തിലൂടെ അതിൽ ബലം നേടുന്നത്, നിരന്തര വിചാരം, സദാസമയത്തും ശിവോഹം 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 ശിവോഹം. മരണസമയത്ത് ആ ഭാവന ആരിലുണ്ടോ അയാൾക്ക് പുനർജന്മമില്ല. ബാക്കി എല്ലാവർക്കും പുനർജന്മമുണ്ട്. പുനർജന്മമില്ല എന്ന് പറയുന്ന ആളുകൾക്കും പുനർജന്മമുണ്ട്. എന്തുകൊണ്ട്? അവർ ഇല്ല എന്ന് പറയുന്നത് അറിഞ്ഞുകൂടാതെയാണ്, ചുമ്മാ പറയുന്നു. പുനർജന്മമില്ല എന്ന് പറയുന്നവർ അത് അറിഞ്ഞിട്ടല്ല പറയുന്നത്, ചുമ്മാ പറയുന്നു. എല്ലാവരും പറയുന്നു, അതുകൊണ്ട് ഞാനും പറയുന്നു. അതുകൊണ്ട് പുനർജന്മം എല്ലാവർക്കുമുണ്ട്. ആ പുനർജന്മം ഇല്ലാതിരിക്കണമെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിൽ തന്നെയുള്ള താനിലേക്ക് ഉയർത്തി നിരന്തര വിചാരത്തിലൂടെ ഓർക്കാതിരിക്കുമ്പോഴും ഭാവന ചെയ്യാതിരിക്കുമ്പോഴും ആ ഭാവത്തിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഉറച്ചു നിൽക്കണം. ഏതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടല്ലോ. ദാക്ഷായണി, ഗോമതി, കുട്ടപ്പൻ, ഔസേപ്പ്, ബഷീർ. ആ പേരിൽ നിങ്ങൾ ഉറച്ചിരിക്കുകയല്ലേ. നിങ്ങളെവിടെയെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ഒരു കഥകളി കാണാൻ പോയി, അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന അവസരത്തിൽ നിങ്ങളുടെ പേരാണ് ഒരാൾ വിളിക്കുന്നത് എങ്കിൽ നിങ്ങളറിയാതെ ഉണർന്നു പോകും. എന്തുകൊണ്ട്? നിങ്ങളുടെ ഉള്ളിൽ ആ ഭാവം സദാ ജ്വലിച്ചു നിൽക്കുകയാണ്. ഞാൻ കുട്ടപ്പനാണ്, ഗോപാലകൃഷ്ണനാണ് എന്നുള്ള ഭാവം. കുട്ടപ്പ എന്നുള്ള വിളി കേട്ടാൽ കണ്ണുടനെ തുറന്നു പോകും. കാരണം നിങ്ങൾ കുട്ടപ്പത്വത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ പേർ അവരവരെ അറിയാതെ തന്നെ അതുമായിട്ട് സ്വാംശീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? ആ ഭാവത്തിനെ മാറ്റിയിട്ട് ഞാൻ ആ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ അല്ല, ഞാൻ ആ ഈശ്വരൻ തന്നെയാവുന്നു. ആ സർവേശ്വര ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, ഓരോ ശരീരങ്ങളെടുത്ത് മാറി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ സർവേശ്വര ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിലേക്ക് ഈ ശരീരത്തിൽ വെച്ച് ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉയർത്തി നിരന്തര വിചാരത്തിലൂടെ അതിൽ പിടിമുറുക്കുന്നത്, അവനും ഏത് നിമിഷമാണോ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരുന്നത്, ആ സമയത്ത് ഈ ഭാവം അവനിൽ ഉണ്ടെങ്കിൽ, അതിനാണ് എപ്പോഴും നിരന്തര വിചാരമുണ്ടായിരിക്കണമെന്ന് പറയുന്നത്. നിരന്തര വിചാരം, ശിവോഹം ശിവോഹം ശിവോഹം.
എന്ന് പറഞ്ഞാൽ അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഞാൻ കുട്ടപ്പനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഔസേപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം ഞാൻ ഔസേപ്പാണ്, ഞാൻ കുട്ടപ്പനാണ്, ഞാൻ ബഷീറാണ് എന്നുള്ള ഭാവം നിങ്ങളിൽ ഉറച്ചിരിക്കുന്നു. അതുപോലെ നിരന്തര വിചാരത്തിലൂടെ ഞാൻ ആ ഈശ്വര ചൈതന്യമാണ് എന്നുള്ള ഭാവത്തെ കുറേ കാലം നിരന്തര വിചാരത്തിലൂടെ ബലപ്പെടുത്തി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ വിചാരത്തിൻ്റെ ആവശ്യമില്ല. ഉറയ്ക്കണം. ഏത് പ്രകാരമാണോ നിങ്ങളുടെ നാമം ഉറച്ചിരിക്കുന്നത് അതുപോലെ ഞാൻ ആ ഈശ്വര ചൈതന്യമാണ് എന്നുള്ള ബോധം ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടുമ്പോൾ ഏതൊരാളിനെ കേൾക്കാൻ സാധിക്കുന്നുവോ അത് അപൂർവം. ശ്രവണായ ബഹുബിർ യോ ന ലഭ്യ. ദാ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. അതിദുർലഭമായ അറിവാണിത്. ഈ അറിവിനെ ഉൾക്കൊണ്ട് ഏതൊരാളാണോ നിരന്തര വിചാരത്തിലൂടെ അതിനെ ഉള്ളിലിട്ട് ബലപ്പെടുത്തി വിചാരം ചെയ്ത് അതിൽ നിരന്തര സ്ഥിതി നേടുന്നത് അവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. എന്താ സ്ഥിതപ്രജ്ഞൻ? തൻ്റെ പ്രജ്ഞ ആ തത്വത്തിൽ, ആ അറിവിൽ സ്ഥിതി ചെയ്യിച്ചു കഴിഞ്ഞു. അതാണ് സ്ഥിതപ്രജ്ഞത്വം. സ്ഥിരപ്രജ്ഞൻ തൻ്റെ പ്രജ്ഞയെ അതിൽ സ്ഥിരപ്പെടുത്തിക്കഴിഞ്ഞു. ഞാൻ ഈ കുട്ടപ്പനല്ല, ഗോപാലകൃഷ്ണനല്ല, വസുമതിയല്ല, ഞാൻ നാമരൂപരഹിതമായി സർവശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സർവേശ്വര ചൈതന്യം. അതാണ് ഭഗവാൻ പറയുന്നത്, കൃഷ്ണൻ പറയുന്നത്, യോ മാം പശ്യതി സർവത്ര. എന്നെ നിങ്ങൾ എല്ലാത്തിലും കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? എന്നിൽ കൂടി കടന്നു പോകുന്ന എന്നിലെ ആ ഈശ്വരത്വം തന്നെയാണ് അവനിൽ കൂടിയും കടന്നു പോകുന്നത്, അവളിൽ കൂടിയും കടന്നു പോകുന്നത്, ഹിന്ദുവിൽ കൂടിയും കടന്നു പോകുന്നത്, ക്രിസ്ത്യാനിയിൽ കൂടിയും കടന്നു പോകുന്നത്, മുസൽമാനിൽ കൂടിയും കടന്നു പോകുന്നത്, പട്ടിയിൽ കൂടിയും പൂച്ചയിൽ കൂടിയും സർവ്വചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്നത് എന്താണ്? എന്നിലെ താൻ, എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ, ആ ഈശ്വര ചൈതന്യം. അപ്പോൾ ഞാൻ എന്നെ ഈ ശരീരത്തിലെ ഞാൻ ഭാവത്തിൽ നിന്ന് വിടർത്തി താൻ ഭാവത്തിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ ഞാൻ എന്തായിട്ട് മാറി? സർവവ്യാപിയായ സർവേശ്വര ചൈതന്യമായി സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്നു. നോക്കൂ മനുഷ്യൻ്റെ അവസ്ഥ. ഇതാണ് ആത്മസാക്ഷാത്കാരം. ഇല്ലാതെ ഏതെങ്കിലും അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി തൊഴുത ഭഗവാനെ എനിക്ക് ഈശ്വര സാക്ഷാത്കാരം വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അങ്ങനെയല്ല ഈശ്വര സാക്ഷാത്കാരം കിട്ടുന്നത്. ഈ അറിവിലേക്ക് ഉയർന്ന് ഏതൊരാളാണോ തന്നെ ആ അറിവിലേക്ക് ഉയർത്തി ബലപ്പെടുത്തി മരിക്കുന്നതിന് മുൻപ് ഈ ശരീരത്തിൽ അതിനെ വികസിപ്പിച്ച് നിർത്തുന്നത്, ആ പ്രജ്ഞയെ സ്ഥിരപ്പെടുത്തുന്നത്, സ്ഥിരപ്രജ്ഞത്വം നേടുന്നത്, അവന് മാത്രമേ ഇനി ജന്മമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളയാൾ മരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിലും അയാൾക്ക് പുനർജന്മമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പുനർജന്മമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. എന്തുകൊണ്ട്? അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അയാൾ തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിൽ ഉറപ്പിച്ചു കഴിഞ്ഞു, സ്ഥിരപ്രജ്ഞത്വം നേടിക്കഴിഞ്ഞു. അത് ഏതൊരാളാണോ ഈ മനുഷ്യ ശരീരത്തിൽ വെച്ച് നേടുന്നത് ആ ആളിനും മാത്രം, അത് സ്ത്രീയായാലും ശരി
സ്ത്രീകൾക്ക് പറ്റില്ലേ? സ്ത്രീകൾക്ക് പറ്റുമോ? എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് തോന്നൽ ആർക്കെങ്കിലും ഉണ്ടോ? ആവശ്യമില്ല. പുരുഷന് ആ അറിവിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർത്തി നിർത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീക്കും കഴിയും. സ്ത്രീക്ക് മാത്രമല്ല, അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ പാഴ്സിയെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. നീ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസൽമാനായാലും ശരി, അമേരിക്കക്കാരനായാലും ശരി, ആഫ്രിക്കക്കാരനായാലും ശരി, ഇനി ജന്മമില്ലാത്ത ആ പരമോന്നത നില ആർജിക്കണമെങ്കിൽ ഇത് മാത്രമാണ് മാർഗം. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വെടിയുന്നതിന് മുൻപ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ആ നിലയിലേക്ക് ഈ ശരീരത്തിൽ വെച്ചു തന്നെ ഉയർത്താൻ നിസ്സാരമായിട്ട് സാധിക്കും. അതിന് ഭാര്യയെ കളയണ്ട, ഭർത്താവിനെ കളയണ്ട, കുടുംബം വിട്ട് ഓടണ്ട, കാട്ടിൽ കയറണ്ട, ഹിമാലയത്തിൽ പോയിരിക്കണ്ട, കഠിന തപസ്സൊന്നും ചെയ്യണ്ട. ഇവിടുത്തെ കഠിന തപസ് എന്താണ്? നിരന്തര വിചാരം. കഠിന തപസ്സാണത്. നിരന്തര വിചാരം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. നിരന്തര വിചാരം. ശിവോഹം 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 എന്ന ഭാവന നിങ്ങൾ പുലർത്തുന്ന അവസരത്തിൽ ആ ഭാവം നിങ്ങളിൽ ആമൂലാഗ്രം പ്രകാശിച്ചു നിൽക്കണം. യെസ്, ഐ എം ദാറ്റ്. ഈ നാമരൂപധാരിയായ കുട്ടപ്പനല്ല ഞാൻ. നാമരൂപരഹിതമായി സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവേശ്വര ചൈതന്യം, ഐ എം ദാറ്റ്. ഈ ഭാവന നിങ്ങളിൽ ഉണർത്തിയെടുക്കണം. അതാണ് ഉണരൽ. അത് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ളതല്ല. ഉണരൽ എന്ന് പറയുന്നത് എന്താണ്? ഉണരൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊന്നിനെയാണോ ഞാൻ അന്വേഷിക്കുന്നത് അത് എന്നിൽ തന്നെ എപ്പോഴും ഉള്ള വസ്തുവാണ് എന്നറിയുന്നതാണ് ഉണരൽ. ഏതിനെയാണോ ഞാൻ ദീർഘകാലമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ വസ്തു അന്വേഷിച്ച് നേടിയെടുക്കേണ്ടതായിട്ടുള്ളതല്ല, എന്നിൽ തന്നെ ഉള്ളതാണ് എന്നറിയുന്നതാണ് ഉണരൽ. നമ്മളെപ്പോഴും ആ വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. ഉണരൽ ഉണരൽ എന്ന വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. അതിലേക്ക് ഉണർന്നു കിട്ടണം. ആ ഉണരൽ എന്താണ്? ഏതൊന്നിനെയാണോ ഞാൻ അന്വേഷിക്കുന്നത് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുള്ളതല്ല, അത് എന്നിൽ തന്നെ ഉള്ളതാണ് എന്നറിയുന്നതാണ് ഉണരൽ. ശരിക്കും ശ്രദ്ധിച്ചുകൊള്ളണം. ദാറ്റ് ഈസ് അവേക്കനിങ്. ഉണരൽ. ആ വസ്തു എന്താണ്? എന്നിൽ തന്നെയുള്ള താൻ. ഐ എം ദാറ്റ്. അതിനൊരു മാറ്റവുമില്ല. എപ്പോഴും മരിക്കുന്നതിന് മുൻപ് ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ നിരന്തര വിചാരത്തിലൂടെ അതിൽ ബലപ്പെട്ടിരിക്കുന്നത് അവൻ മരണസമയത്ത് ആ ഭാവനയിൽ ഇരിക്കുന്നില്ലെങ്കിലും, ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള രോഗശയ്യയിലാണെങ്കിൽ വേദന കാരണം ആ ഭാവം അവനിൽ അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അവൻ മരിക്കുന്ന അവസരത്തിൽ അവന് പുനർജന്മം ഉണ്ടാകാത്ത അവസ്ഥ കിട്ടുമോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും കിട്ടും. എങ്ങനെ? അവൻ അതിൽ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിരപ്രജ്ഞത്വം നേടിയിട്ടുണ്ടെങ്കിൽ, സ്ഥിതപ്രജ്ഞത്വം നേടിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും മരണസമയത്ത് ആ ഭാവന അവനിൽ ഇല്ലാതിരുന്നാൽ പോലും അവന് പുനർജന്മം ഉണ്ടാവുകയില്ല. കാരണം താൻ അതിൽ ഉറപ്പ് നേടിക്കഴിഞ്ഞു.
അതുകൊണ്ട് ഈ കേൾക്കുന്ന അറിവ് നിസ്സാരമായിട്ട് കളയാതെ എല്ലാത്തിൻ്റെയും നടുവിലിരിക്കും. ജോലി ചെയ്തു മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ശിവോഹം 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 എന്താ പറഞ്ഞോടെ, പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോഴും മുറ്റം തൂത്തുകൊണ്ടിരിക്കുമ്പോഴും ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഓഫീസിലേക്ക് പോകുന്ന അവസരത്തിലും മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവസരത്തിലും ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവസരത്തിലും അവിടെ തന്നെ എല്ലാവരെയും ആ ഈശ്വര രൂപങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കാം. എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നിലെ താൻ തന്നെയാണ് എൻ്റെ ഭർത്താവിൻ്റെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്. അത് ഈശ്വരനാണെങ്കിൽ ഭർത്താവ് ഈശ്വരനാണ്. എൻ്റെ ഉള്ളിൽ തന്നെ കൂടിയിരിക്കുന്ന എന്നിലെ താൻ തന്നെയാണ് അമ്മാവിയുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നത് എന്ന ഭാവന നിങ്ങൾക്കുണ്ടാകുന്നു എങ്കിൽ അമ്മായിയെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കും, മക്കളെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കും, പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഒക്കെ ഈശ്വരത്വത്തിൽ കാണാൻ സാധിക്കും. അതാണ് അറിവ്. ഈ അറിവ് നിലയിലേക്ക് ഉയരുന്നതിന് വേണ്ടിയാണ് അദ്വൈതാനുഭൂതിയിൽ ശങ്കരാചാര്യ സ്വാമികൾ 65, 66, 67 ഈ 3 മന്ത്രങ്ങളിലൂടെ ആ താമ്രകൽപ്പിത ദേവാദി എന്ന് പറയുന്ന രൂപം, ആ അറിവ് നമുക്ക് തന്നത്. ലോഹത്തിലുണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹത്തിൽ സത്യമായിട്ടുള്ളത് ആ ലോഹം മാത്രം. അതാണ് ഇവിടെ പറയുന്നത്, താമ്രകൽപ്പിത ദേവാദി താമ്രാത് അന്യ ഇവ സ്ഫുരേത്. ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ശിവൻ്റെ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ നടരാജ വിഗ്രഹത്തിൽ അത് കല്ലിലുണ്ടാക്കിയതാണെങ്കിൽ നമ്മൾ ആ നടരാജനെയാണ് കാണുന്നത്, കല്ലിനെ കാണുന്നില്ല. പക്ഷേ അതിൽ ഉള്ളതായിട്ടുള്ള വസ്തു കല്ല് മാത്രം. ആ നടരാജൻ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഇല്ലേ? ശരിയല്ലേ? കല്ലിലുണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹം. നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന മാല സ്വർണത്തിലുണ്ട്, അതിൽ നിങ്ങൾ പേര് പറഞ്ഞിരിക്കുന്നു മുത്തുമാല, അതിലുള്ളത് സ്വർണം മാത്രം. കാലിലിട്ടിരിക്കുന്ന അവസരത്തിൽ കൊലുസ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ രൂപം വേറെ, നാമം വേറെ, പക്ഷേ ഉള്ളതായിട്ടുള്ള വസ്തു സ്വർണം മാത്രം. അതാണ് സുവർണാജായമാനസ്യ സുവർണത്വം ച ശാശ്വതം. അതുപോലെ ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം തഥാ ഭവേത്. എല്ലാം ബ്രഹ്മം, സർവം ഖലു ഇദം ബ്രഹ്മ. എല്ലാത്തിലും ഉള്ളതായിട്ടുള്ള വസ്തു ബ്രഹ്മം മാത്രം. 66-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈശ ജീവാത്മവത് ഭാതി യഥൈകമപി താമ്രകം ഏകോ അപ്യാത്മാ തഥൈവ അയം ഈശ്വര ഈശ ജീവാദിവൻ മൃഷ. ഈശനായിട്ടും ജീവനായിട്ടും ഒക്കെ കാണപ്പെടുന്നത് ആ ഏകമായ വസ്തു മാത്രം. അതാണ് ഏകം. നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ആ മന്ത്രം എപ്പോഴും നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഏകം സത്യം ന ദ്വിതീയം ഹ്യസത്യം ഭാതി സത്യവത്. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാ കൃതം. നടരാജ വിഗ്രഹം ശിലയിലുണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ശിലൈവ, കല്ല് തന്നെയാണ്, അല്ലാതെ ശില്പി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഗ്രഹമല്ല അവിടെ ഇരിക്കുന്നത്, കല്ല് തന്നെയാണ് എന്നുള്ളത് കാണാതെ കാണണം. ആ വിഗ്രഹത്തിൽ ശിവൻ രൂപത്തെ നടരാജനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കല്ലിനെ കാണാതെ കാണണം. നിങ്ങൾ കാണുന്നത് നടരാജനെ ആയിരിക്കും, നടരാജൻ്റെ രൂപവും നാമവുമാണ് കാണുന്നത്. പക്ഷേ അറിവെന്താണ്? നടരാജ രൂപത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉള്ളതായിട്ടുള്ളത് ശിലൈവ, ശില ഏവ, ശിലൈവ ശിവലിംഗം ന ശില്പിനാ കൃതം. ശില്പി ഉണ്ടാക്കിയിരിക്കുന്ന ആ നടരാജനല്ല ഉള്ളത് ശില മാത്രം, കല്ലു മാത്രം. അതുപോലെ നിങ്ങളുടെ നാമവും രൂപവും എന്തായിരുന്നാലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഉണ്മ, ആ
ആ ഉള്ള വസ്തു, ആ സത്യവസ്തു, ആ ഈശ്വര ചൈതന്യം അതുമാത്രമാണ് നിങ്ങളിലെ സത്യമായിട്ടുള്ള വസ്തു എന്ന് തിരിച്ചറിഞ്ഞ് ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ബോധവാനായി നിരന്തര വിചാരത്തിലൂടെ അതിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ ഉറപ്പിക്കുന്നത് അയാൾക്ക് മാത്രമാണ് ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ സാക്ഷാത്കാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഇതറിഞ്ഞാൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാം ഉപേക്ഷിച്ചു, സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം. എന്നെ എന്ന് പറയുമ്പോൾ ഏതാ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന തന്നിലെ തന്നെ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു എങ്കിൽ ആ മാം എന്ന് കൃഷ്ണൻ പറയുന്നത് ഏതിനെ ഉദ്ദേശിച്ചാണ്? ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈശ്വരനെ പ്രാപിക്കണമെങ്കിൽ, കൃഷ്ണനെ പ്രാപിക്കണമെങ്കിൽ ദ്വാരകയിൽ പോകേണ്ട കാര്യമില്ല, ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ ആത്മതത്വത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രാപിക്കണം. ദാറ്റ് ഈസ് ആത്മസാക്ഷാത്കാരം. ഇല്ലാതെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയില്ല. മോക്ഷമെന്ന് പറയുന്നത് ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ, കരതലാമലകം പോലെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ആ മോക്ഷം ഇരിക്കുകയാണ്. എന്താ മോക്ഷം? ഇനി ജനിക്കാതിരിക്കുന്ന അവസ്ഥ. ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ജനിമൃതികളിലൂടെ കടന്നു പോകുന്ന എന്നിലെ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധവാനായി നിരന്തര വിചാരത്തിലൂടെ ഈ മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആരാണോ തന്നെ അതിലേക്ക് ഉദ്ധരിപ്പിച്ച് അതിൽ യോജിപ്പിക്കുന്നത്, ദാറ്റ് ഈസ് യോഗ. യോഗ എന്നുള്ള വാക്ക് ഇഷ്ടം പോലെ നിങ്ങൾ പ്രയോഗിക്കുന്നുണ്ടല്ലോ. എന്താ യോഗ? ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. ഈ ജീവഭാവത്തിലിരിക്കുന്ന എന്നിലെ ഞാനിനെ തന്നിൽ തന്നെ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന നാമരൂപരഹിതമായ ആ പരമാത്മ ചൈതന്യവുമായിട്ട് യോജിപ്പിക്കുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. യോഗം, ജീവാത്മ പരമാത്മനോരൈക്യം യോഗ. ഇല്ലാതെ കുറേ എക്സസൈസൊക്കെ കാണിക്കുന്നതല്ല യോഗ. യോഗാഭ്യാസം അതൊക്കെ ശരീര സംബന്ധിയായ കാര്യങ്ങൾ, അതൊക്കെ അത്യാവശ്യമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരത്തെ എല്ലാവരും കാത്തു സൂക്ഷിക്കണം. അതിന് യോഗാഭ്യാസങ്ങളൊക്കെ ആവശ്യമാണ്. അതൊക്കെ ദേ ആർ എക്സസൈസസ്. പക്ഷേ ഇനി ജന്മമില്ലാത്ത പുനർജന്മരഹിതമായ ആ പരമോന്നത നില, അതാണ് ആത്മസാക്ഷാത്കാരം. അത് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏതൊരാളിനും നിഷ്പ്രയാസം നേടാവുന്നതാണ്. അത് നേടാതെ ഈ മനുഷ്യജന്മത്തെ ഫലപ്രദമല്ലാത്ത രീതിയിൽ ആക്കി തീർക്കരുത്. അത് കഴിഞ്ഞാൽ 67-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാ ഈശ്വരാദിനാശേന താമ്രനാശോ ന വിദ്യതേ. ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഈശ്വര വിഗ്രഹം ഇല്ലാതായാലും, ഈശ്വര രൂപം ഇല്ലാതായാലും ആ ചെമ്പിന് യാതൊരു നാശവും ഉണ്ടാകുന്നില്ല. അതുപോലെ യഥാ ഈശ്വരാദിനാശേന നാശോ നൈവ ആത്മനഃ സദാ. നമ്മുടെ ആത്മഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന
ജീവനും ഈശ്വരനും ഈ പ്രപഞ്ചവും ഒക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നത് ഈ ആത്മചൈതന്യത്തിലാണ്. ഇതൊക്കെ ജീവനും ഈശ്വരനും ഈ പ്രപഞ്ചവും ഇല്ലാതായാലും ഈ ആത്മചൈതന്യത്തിന് നാശം ഉണ്ടാവുകയേയില്ല. അതാണ് തന്നിലെ താൻ എന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളാണോ ഈ മനുഷ്യ ജന്മത്തിൽ വെച്ച് അതിനെ വ്യർത്ഥമാക്കി കളയാതെ എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നിൽ നിന്നും ഒഴിയേണ്ട, ബി വിത്ത് ദ വേൾഡ്, ബി വിത്ത് എവ്രിതിങ്. സ്വാമി എല്ലാം അനുഭവിക്കാം, എല്ലാം അനുഭവിച്ചു കൊള്ളൂ. അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിരന്തര വിചാരമുണ്ടായിരിക്കണം, ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനെന്ന് പറയുന്നത് ഉള്ളതേയല്ല, മിഥ്യ. അതിൻ്റെ പിന്നാലെ നിങ്ങൾ എത്ര കാലം പാഞ്ഞു നടക്കുന്നുവോ അത്രയും കാലം നിങ്ങളുടെ ജീവിതം വ്യർത്ഥം. തിരിച്ചറിവിലൂടെ ഏതൊരാളാണോ ആ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ ഞാനിന് പിന്നാലെയുള്ള ഓട്ടം കുറച്ച് തന്നിലെ താനിനെ കുറിച്ച് ബോധവാനായി ആ താനിലേക്ക് ഉയരാൻ ശ്രമിച്ച് അതിൽ ബലം നേടുന്നത് അവൻ മോക്ഷം നേടും. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുമായിട്ടുള്ള യോജിപ്പ്. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത്പരം ഉപൈതി ദിവ്യം. ഒഴുകുന്ന നദി ഏതു പ്രകാരമാണോ നാമവും രൂപവും വെടിഞ്ഞ് സമുദ്രവുമായിട്ട് ചേർന്ന് ഏകീഭവിക്കുന്നത്, അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോരോ പേരുമായിട്ട് ഓരോരോ രൂപമായിട്ട് ഓരോ നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനെ തിരിച്ചറിവിലൂടെ നിങ്ങളിൽ തന്നെയുള്ള ആ സച്ചിദാനന്ദ സാഗരവുമായിട്ട് യോജിപ്പിക്കണം. ദാറ്റ് ഈസ് യോഗ. അത് മനുഷ്യ ശരീരത്തിൽ വെച്ച് നിസ്സാരമായിട്ട് സാധ്യമാകും. അതിനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പാഴാക്കി കളയരുത്. 68ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. അധ്യസ്ഥോ രജ്ജു സർപ്പോ അയം സത്യവത് രജ്ജു സത്തയ. ശങ്കരാചാര്യ സ്വാമികൾ അടുത്ത ഉദാഹരണത്തിലേക്ക് കടക്കുകയാണ്. രജ്ജു സർപ്പത്തിൻ്റെ ഉദാഹരണം. അധ്യസ്ഥോ രജ്ജു സർപ്പോ. സന്ധ്യാസമയത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ കയർ കിടക്കുന്നത് കണ്ടിട്ട് അതിനെ കയറാണെന്ന് തിരിച്ചറിയാതിരിക്കുന്ന അവസരത്തിൽ ഒരു പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതാണ് അധ്യസ്ഥ സർപ്പം. കയറിൽ കണ്ട ആ രജ്ജു, കയറ്, രജ്ജുവിൽ കണ്ട സർപ്പം, അതാണ് രജ്ജു സർപ്പം. ആ രജ്ജു സർപ്പം ഉള്ളതേയല്ല, ആ കയറിൽ ഉള്ളതുപോലെ കാണപ്പെട്ടതാണ്. അത് അധ്യസ്ഥം, ആരോപിത സർപ്പം. അതാണ് ഇവിടെ പറയുന്നത്. അധ്യസ്ഥോ രജ്ജു സർപ്പോ അയം സത്യവത് രജ്ജു സത്തയ. ആ രജ്ജു സർപ്പത്തെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിലും എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ആ കയറ് അവിടെ ഉള്ളതുകൊണ്ട് മാത്രം, അല്ലേ? കയറിനെ കയറായിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കയറിൽ മറ്റൊന്നിനെ ദർശിച്ചു. കയറിൽ മറ്റൊന്നിനെ ദർശിച്ചപ്പോഴും അതിനാധാരമായിരുന്നത് ആ കയറ് തന്നെയാണ്, അല്ലേ? കയറുള്ളത് കൊണ്ടല്ലേ ആ സർപ്പത്തെ നിങ്ങൾ അവിടെ ദർശിച്ചത്? കയറിന് സർപ്പത്തെ ദർശിക്കാൻ കാരണം എന്താണ്? കയറിനെ കയറായിട്ട് കാണാതിരുന്ന അജ്ഞാനം കാരണം. അതാണ് ഇവിടെ പറയുന്നത്. അധ്യസ്ഥോ രജ്ജു സർപ്പോ അയം സത്യവത് രജ്ജു സത്തയ. ആ കയറ് എന്ന് പറയുന്ന സത്ത അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കയറിൽ നിങ്ങൾ സർപ്പദർശനം നടത്തിയത്. അതുപോലെ തഥാ ജഗദിദം ഭാതി സത്യവത് സ്വാത്മസത്തയ. അതുപോലെ ഈ കാണപ്പെടുന്ന ജഗത്ത് മുഴുവനും, നാമരൂപാതി ജഗത്ത് മുഴുവനും, ജീവനും ഈശ്വരനും ഈ പ്രപഞ്ചത്തിലെ സർവദൃശ്യങ്ങളും
ഉള്ളതുപോലെ കാണപ്പെടുന്നത് ആത്മസത്തയ, തൻ്റെ ഉള്ളിൽ ഉള്ള തന്നിലെ താനാകുന്ന ആ ഈശ്വര ചൈതന്യത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട്. അതാണ് ഈശ്വര സത്ത, ബ്രഹ്മസത്ത. അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് അതിൽ കയറിൽ സർപ്പത്തെ ദർശിച്ചതുപോലെ ഈ പ്രപഞ്ചത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ മൈക്കും ബുക്കും മേശയും ഫോണും കപ്പും സാസറും ഒക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്ന നാമരൂപാദികൾ മാത്രമാണ് എന്ന് എപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാറാകും? നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിലേക്ക് ഉയർത്തിക്കഴിയുമ്പോൾ മാത്രം. അതുവരെ നിങ്ങൾ ചോദിക്കും, സ്വാമിയുടെ മുമ്പിലിരിക്കുന്ന മൈക്ക് ഇല്ലാത്തതാണോ? ബുക്ക് ഇല്ലാത്തതാണോ? ഈ മുറി ഇല്ലാത്തതാണോ? ഈ മരം ഇല്ലാത്തതാണോ? ഓടുന്ന ഈ ട്രെയിൻ ഇല്ലാത്തതാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. എങ്ങനെയാണ് ചോദിക്കുന്നത്? എത്ര കാലത്തോളം നിങ്ങൾ ഞാനിൽ തന്നെ ആയിരിക്കുന്നുവോ അത്രയും കാലത്തോളം ഈ ചോദ്യം നിങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഏതൊരാളാണോ തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിലേക്ക് ഉയർത്തി അതിൽ സ്ഥിരപ്പെടുന്നത് അവനിൽ ഈ സംശയമുണ്ടാവില്ല. അതുവരെ ഈ ചോദ്യങ്ങൾ എല്ലാവരിലും തുടർന്നുകൊണ്ടിരിക്കും. അതിന് കാരണം എന്താണ്? അതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. തൻ്റെ ഉള്ളിൽ തന്നെ തന്നിലെ ആ മഹാസത്യം, ആ പരമസത്യം ഉണ്ടായിട്ടും നാം അതിനെ തിരിച്ചറിയുന്നില്ല. അതാണ് ഈ മന്ത്രത്തിലൂടെ ശങ്കരാചാര്യ സ്വാമികൾ നമ്മെ ബോധിപ്പിക്കുന്നത്. അധ്യസ്ഥോ രജ്ജു സർപ്പോ അയം സത്യവത് രജ്ജു സത്തയ തഥാ ജഗതിദം ഭാതി. ഇതം ജഗത്, ഈ ജഗത്ത് മുഴുവനും. എങ്ങനെയുള്ള ജഗത്ത്? ഞാനെന്നും ഈശ്വരനെന്നും ഈ പ്രപഞ്ചത്തിലെ നാമരൂപാദികളായിട്ടും കാണപ്പെടുന്ന ഈ സർവവും ഉള്ളതുപോലെ കാണപ്പെടുന്നത് എത്ര കാലത്തോളം നിങ്ങൾ ഞാൻ ഭാവത്തിൽ തുടരുന്നുവോ അത്രയും കാലത്തോളം ഇതൊക്കെ സത്യം തന്നെയാണ്. എന്നാൽ ഏതൊരു കാലത്താണോ നിങ്ങൾ വസ്തുബോധത്തിലേക്ക് ഉണർന്ന് തന്നിലെ താനിലേക്ക് തന്നെ ഉദ്ധരിപ്പിച്ച് അതുമായിട്ട് യോജിപ്പിക്കുന്നത്, അതായത് നദി സമുദ്രവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നദിയില്ല. ഗംഗാനദി സമുദ്രവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഗംഗാനദി എന്നുള്ള പേരുമില്ല, ഗംഗാനദിയുടെ രൂപവുമില്ല. എന്തായി തീർന്നു? സമുദ്രാകാരമായി തീരുന്നു. അതുപോലെ നിങ്ങളും എന്നാണോ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിലെ ഞാൻ ഭാവത്തിൽ നിന്ന് വിടർത്തി തന്നിൽ തന്നെയുള്ള താൻ ഭാവത്തിലേക്ക് ഉയർത്തി. അപ്പോൾ ഒരു സംശയം വരും, സമയം അപ്പോഴ് ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബം ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താകും? അതൊക്കെ വാസനാബദ്ധമായിട്ട് പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാറാകും ഇതൊക്കെ അസത്യം. ഞാൻ ആരുടെയും ഭാര്യയുമല്ല, ഞാൻ ആരുടെയും ഭർത്താവുമല്ല. അഹം ശിവോഹം 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 എന്ന ഭാവം അവരിൽ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കും. അതാണ് സാക്ഷാത്കാര നില. അപ്പോൾ നിങ്ങൾക്ക് ഭാര്യയുമായിട്ടും ഭർത്താവുമായിട്ടും സർവ്വകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കാം. അതിനൊന്നും തടസ്സമില്ല. അതുകൊണ്ടൊന്നും യാതൊരു ദോഷവും സംഭവിക്കുകയില്ല. അത് വാസനാബദ്ധമായിട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഏതുവരെ? നിങ്ങളുടെ ഈ ഞാൻ ഭാവത്തിന് അറുതി ഉണ്ടാകുന്ന നിമിഷം വരെ, അനുവദിച്ചിരിക്കുന്ന സമയം തീരുന്നതുവരെ. തീരുന്ന സമയത്ത് തെങ്ങിലെ മടൽ അടർന്നു വീഴുന്നത് പോലെ അടർന്നു വീഴും. പിന്നെ നിങ്ങൾക്ക് പുനർജന്മമില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഏതുമായിട്ട് യോജിപ്പിക്കേണ്ടതായിട്ടുണ്ടോ അതുമായിട്ട് യോജിപ്പിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത് മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്ന അവസരത്തിൽ
ഓരോരുത്തരും നിശ്ചയമായിട്ടും അറിയേണ്ട കാര്യമാണ്. അറിഞ്ഞാൽ മാത്രം പോരാ, ആ അറിവിനെ ഉറപ്പിക്കണം. ഓഷോയെ കാണാനായിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു സ്ത്രീ വരുമായിരുന്നു. അടുത്ത ആഴ്ച പറയാം. ഈ അറിവ് നില നിങ്ങളിൽ ഓരോരുത്തരിലും ഉറച്ച് ആ സാക്ഷാത്കാര നില കൈവരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഓ